ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞാളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ എത്ര വേഗാലെ ഒരു കൊല്ലം കടന്നു പോയത്. കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ബർത്ത്ഡേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് കേട്ടോ ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അന്ന് രാവിലെ ഡെക്കറേഷൻ ഐറ്റംസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ല. നൈറ്റാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി മേടിക്കാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ വലിയ ഫംഗ്ഷനായിട്ടൊന്നും നമ്മൾ നടത്തുന്നില്ല. ആളുടെ കമ്പനിയിലെ കുറച്ച് വർക്കേഴ്സും അവരുടെ ഫാമിലി പിന്നെ അടുത്തുള്ളൊരു 3 നൈബേഴ്സും അവർക്ക് മാത്രമേ ഉള്ളൂ ഫംഗ്ഷൻ. നമ്മൾ റിലേറ്റീവ്സിനൊന്നും വിളിച്ച് കഴിക്കുന്നില്ല, കാരണം അതൊരു വലിയ ഫംഗ്ഷനായി പോവും. അതുകൊണ്ട് നമ്മൾ ഏറ്റവും ചുരുക്കി ആണ് നമ്മൾ കഴിക്കുന്നത് കേട്ടോ ഫംഗ്ഷൻ. അപ്പോൾ ഈ ബർത്ത്ഡേ ക്യാപ്പൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. ഇതൊന്നും വെക്കില്ല കേട്ടോ, എന്നാലും ഇനി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിക്കുമ്പോൾ നമ്മളെല്ലാം മേടിക്കണമല്ലോ. അങ്ങനെ ദേ എല്ലാ സാധനങ്ങളും മേടിച്ച് നമ്മൾ ബില്ലടിക്കാൻ കേട്ടോ. നേരെ വീട്ടിൽ പോയിട്ട് കുറേ പണികളുണ്ട്, കാരണം ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലെത്തിയപ്പോൾ ദേ ഈ ഒരു റിങ് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിൽ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വേഗം പായസം വെക്കലിലോട്ട് കടന്നു. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ പായസം ഞാൻ വെക്കാമെന്ന് വെച്ചിട്ട് വേഗം പണി തീർക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ലവ് അപ്പ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് ഈ ഒരു പോളറൈഡ്സ് ഒരു 12 പീസ്, അതായത് ഫസ്റ്റ് മന്ത് തൊട്ട് 12th മന്ത് വരെ ഉള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടുണ്ട്, എല്ലാവരും കയറി കാണാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തോട്ട് വന്നപ്പോൾ ദേ ഇത്രയും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ബലൂണൊക്കെ കെട്ടി ഒരു പകുതിയോളം 3/4 ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് മുറിക്കാനുള്ള മേശ എത്തിയിട്ടുണ്ട്, കാർപ്പറ്റ് കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനിയും കുറേ പണികളുണ്ട്, പത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഉമ്മയും അനിയന്മാരൊക്കെ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കിയതൊക്കെ അവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ ഒരാൾ തകൃതിയായിട്ട് ബലൂൺ വീർപ്പിച്ച് കളിക്കുകയാണ്. അങ്ങനെ ഫോട്ടോ എടുക്കാൻ ആൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ദേവന് വേഗം ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ ആൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് ഈ ഡ്രസ്സ് ഉമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അതേ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആളൊക്കെ വന്നു. ഫസ്റ്റ് അവൻ കുറച്ച് അലമ്പാക്കിയെങ്കിലും ഈ ഫ്ലാഷ് ലൈറ്റ് അവന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ബോധിച്ചു. അതിലങ്ങോട്ട് ആൾ മയങ്ങി ഇരിപ്പായിട്ട്, ആളറിയാണ്ട് തന്നെ ഇരിപ്പായി. ആൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഫ്ലാഷ് ഇങ്ങനെ അടിക്കണ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ആൾ അലമ്പാക്കണേക്കാട്ടി മുന്നേ പെട്ടെന്ന് തന്നെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അടുത്തത് ഇക്കാക്കിയും മോനായിട്ടുള്ള കോംബോ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മെയിൻ ഫംഗ്ഷനിലോട്ട്, അതായത് കേക്ക് കട്ടിങ്ങിലോട്ട് കിടക്കാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഈ ഇക്ക നമ്മുടെ പ്രോഗ്രാമൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ സർപ്രൈസിങ് ആയിട്ട് ആൾ വെൽക്കം സ്പീച്ച് പറയാനായിട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ ആ ഒരു വണ്ടർ അടിച്ചിങ്ങനെ നിൽക്കാണ്ട് എന്ത് പറയണം എന്നറിയാതെ, പക്ഷെ ആൾ പറഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി ഫ്രണ്ട്സിനും എൻ്റെയും എൻ്റെ ഫാമിലിയും എല്ലാവിധ നന്ദി അറിയിക്കുന്നു, സ്വാഗതം പറയുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ച്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പാടുന്നവരുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, ഞാൻ മൈക്ക് തരാം.
കേക്ക് കട്ടിങ്ങും ഫാമിലി ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ അതേ പാട്ടൊക്കെ പാടാനായിട്ട് തുടങ്ങിയിട്ടാ. அது தெரிந்த വന്നത് തലമുന്നിട്ടോ രക്തം വച്ചുണ്ടു ചുവന്നത് അപ്പോൾ പാട്ടുപാടലും ഡാൻസൊക്കെ ആയിട്ട് പരിപാടി നല്ല അടിപൊളി ഗ്രാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ നിന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അതായത് ഈ പരിപാടി ഈ ഒരു രീതിയിൽ സെറ്റപ്പാക്കി തന്നത് ദേ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ത്രാണി ഉണ്ടായില്ല, ആകെ ക്ഷീണമായി പോയി. അപ്പോൾ ദേ പിറ്റേ ദിവസം എല്ലാവരും പോയി, പരിപാടിയൊക്കെ തീർന്നു, അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടന്നു. ഇവിടെ ദേ കാക്കയും മോനെയും ഗിഫ്റ്റ് കിട്ടിയതൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.